ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കും പ്രതീക്ഷിക്കുന്നു. അനീഷ് അട്ടി 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 ആ, അനീഷ് ഉദ്ദേശിച്ച ഒരു കാര്യം ചെറുതായിട്ട് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. മൂപ്പരെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയാനുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ തുടക്കം തന്നെ പറയാണ്, ഇത് ആരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ആരെയും എതിർത്തുകൊണ്ടുള്ള വീഡിയോ ഒന്നുമല്ല. വിഷയം സംസാരിക്കണം, ആ വിഷയത്തെ കുറിച്ച് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് സംസാരിക്കാം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ഷോ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്റർടൈൻമെന്റ് ഷോ മാത്രമാണ്. പക്ഷേ ബിഗ് ബോസിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്തോ, യെസ് ഓഫ് കോഴ്സ് അവർ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ നോക്കും. എന്റർടൈൻമെന്റ് വാല്യൂ നല്ല രീതിയിൽ ഉണ്ട്. ബട്ട് എന്റർടൈൻമെന്റ് എന്നുള്ളതിനെക്കാട്ടുപരി അവർക്ക് ഇതൊരു ബിസിനസ്സും കൂടിയാണ്. ബിസിനസ്സാണ്, വലിയ ബിസിനസ്സാണ്. മാണി 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 ബിസിനസ് ആവുന്ന സമയത്ത് എന്ത് വേണം? ലാഭം വേണം. നല്ല രീതിയിൽ ലാഭം വേണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ ഷോവിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ ഷോവിൻ്റെതായിട്ടുള്ളൊരു റൂൾ ഉണ്ട്, അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ ആൾക്കാരെ എടുക്കുന്നത് എടുത്തു പറയുകയാണെങ്കിൽ അഭിനേതാക്കളെ എടുക്കുന്നു എന്നുള്ളൊരു കാര്യം സിനിമ സീരിയൽ മേഖലയിൽ നിന്ന് എടുക്കുന്നു. ഇപ്പൊ സീരിയല് ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഒരുപാട് സീരിയൽ ഓഡിയൻസ് ഉണ്ട്. ഒരുപാട് 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 സീരിയൽ ഓഡിയൻസ് ഉണ്ട്. ഡെയിലി സീരിയൽ മുടങ്ങാതെ എല്ലാം കാണുന്ന ഓഡിയൻസ് ഉണ്ട്. അഡിക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. ഇത് ഞാൻ മോശമായിട്ടോ തെറ്റായിട്ടോ പറയുന്നൊന്നുമല്ല, കാണുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നതാണ്. അപ്പോ അതിൽ നിന്ന് ഒന്ന് രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആൾക്കാർ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ആയിക്കോട്ടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഈ ഷോവിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സൈക്കോളജിക്കൽ തിങ് ആണ്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മൾ ഡെയിലി കാണുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർ ഈ ഒരു ഷോവിന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് അവർ ഇടപഴകാൻ വേണ്ടി പോകുന്നേ എന്നൊക്കെ നമുക്ക് കാണാൻ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ സംഭവം, ഒരു താല്പര്യം. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഇത് തുടക്കം തൊട്ടേ കാണാൻ ശ്രമിക്കും. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടേ, ഇൻട്രോ എപ്പിസോഡ് തൊട്ടേ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ബിഗ് ബോസിന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് അവരുടെ പ്ലാനിങ് എന്താണ്? ഇത് തന്നെയാണ്. പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചു പേരെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ പുഷ് കിട്ടും. തുടക്കം തന്നെ ഒരു വലിയ വിഭാഗം ഓഡിയൻസിനെ ഇതിന്റെ അകത്തേക്ക് എന്താ പറയാ, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അങ്ങനെ കണ്ടു തുടങ്ങി പിന്നെ ഈ പറയുന്ന എന്താണ്, അഭിനേതാക്കളോട് ഒരു അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരോട് ഒരു താല്പര്യം തോന്നുന്നു, താല്പര്യം കുറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെയുള്ള വിഷയമാണ്. പക്ഷെ അപ്പോഴേക്കും തന്നെ എന്താണ്, ആൾക്കാർക്ക് ഒരു ഹുക്ക് ഈ ഷോവിന്റെ അകത്തേക്ക് കിട്ടും. പിന്നെ ആൾക്കാർ അങ്ങ് കണ്ടോളും. അപ്പൊ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് തന്നെയാണ് കുറച്ച് ഈ അഭിനേതാക്കളെ ആണെങ്കിലും ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇടുന്നത്. ഇപ്പൊ അഭിനേതാക്കളെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പോപ്പുലർ ഫിഗേഴ്സിനെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ചാനലിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് അവർക്ക് കപ്പും കോപ്പും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, ഒരു തേങ്ങയും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. വേണമെങ്കിൽ മറ്റുള്ള ചില കണ്ടസ്റ്റൻസിനെ കാട്ടിലും കുറച്ച് കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടാവും. ബട്ട് അവർക്ക് അത് അതല്ലാതെ വേറൊരു ആനുകൂല്യം അതിൻ്റെ അകത്ത് കിട്ടൂല. അതിൻ്റെ അകത്ത് എത്ര ആൾക്കാർ കപ്പടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഒരു പരിധിയിൽ കൂടുതൽ നിന്നിട്ടുണ്ട്? വളരെ കുറവല്ലേ. ഇപ്പോ എന്താണ്, ഫസ്റ്റ് സീസണിൽ പേളിയുമാണ് യെസ് ഓഫ് കോഴ്സ് അവസാനം വരെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. സെക്കൻഡ് ഒക്കെ ആയി. ബട്ട് ആ സമയത്ത് മറ്റേ അർച്ചന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, നടിയാണ്. ഇതൊക്കെ പുറത്തായില്ലേ. അതേപോലെ മറ്റേ എന്താണ് അവരുടെ പേര്, അർച്ചന, രഞ്ജിനി ഹരിദാസ്, ഇവരൊക്കെ അറിയുന്ന പോപ്പുലർ ഫിഗേഴ്സ് തന്നെയാണ്. അവർക്ക് റെമ്യൂണറേഷനും കൂടുതലായിരിക്കും. പക്ഷെ അങ്ങനെ പോപ്പുലർ ഫിഗേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആളുകൾക്ക് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ തന്നെ പിന്നെ വോട്ട് കിട്ടുള്ളൂ. ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തുടക്കം തൊട്ടേ നമുക്ക് ഈ ഷോ കാണാൻ തോന്നും അല്ലെങ്കിൽ നമ്മൾ കാണാൻ സാധ്യതയുണ്ടെന്നുള്ളത് വിട്ടാൽ വേറെ കാര്യമൊന്നുമില്ല. അപ്പോ ഇവരെ കൊണ്ടുവരുന്നതിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പോപ്പുലർ ഫിഗേഴ്സിനെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഈ അഭിനേതാക്കളെ കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി അനീഷ് പറഞ്ഞ പോലെ, ഒന്നാമത്തെ കാര്യം, അനീഷിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഓക്കെ, മറ്റൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പൊക്കി അടിച്ചുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അനീഷിന്റെ കേസിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പോ ഇങ്ങനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സമയത്ത് എന്നെ അയാളുടെ ഹേറ്ററും ബാക്കിയുള്ള ആരുടെങ്കിലും PR ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാടില്ലായ്മയെ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് നിവൃത്തിയുള്ളൂ. ഇവിടെ ഞാൻ വിഷയമാണ് സംസാരിക്കുന്നത്. ഇവിടെ സാബു മോൻ വന്ന സമയത്ത് പുള്ളിയോട് ഈ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കോമണേഴ്സിനെ കൂടുതൽ കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ
എന്തുകൊണ്ടാണ് അഭിനേതാക്കളെ കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് മൂപ്പര് ചോദിക്കുന്നത്. ആക്ച്വലി ഒന്നാമത്തെ കാര്യം, സാബുമോൻ എന്ന് പറയുന്ന ആരാ? ഹു ഈസ് സാബുമോൻ? അയ്യോ, അയാളെ കുറിച്ചിട്ട് പറഞ്ഞതല്ല കേട്ടോ. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അയാൾ വിന്നർ ആയ ഒരാളാണ്, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ചാനലിന്റെയും മേളിലേക്ക് നിൽക്കുന്ന ഒരു അപ്പനൊന്നും അല്ല സാബുമോൻ എന്ന് പറയുന്നത്. അയാളൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഒരു വിജയി ആയിട്ടുള്ള ഒരാളാണ്. അങ്ങേരെ അടുത്ത് പോയിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ആ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അത് വേറൊരു ടാസ്ക് നടക്കുന്ന സമയമാണ്, ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആ സമയത്താണ് മൂപ്പര് ചോദിക്കുന്നത്. ഇറലവെന്റ് ആയിട്ടുള്ള ടൈമിലാണ് ഇറലവെന്റ് ആയിട്ടുള്ള ഒരു സാധനം പുള്ളിയോട് ചോദിക്കുന്നത്. ഒന്ന്, ആ ടൈം, ആ സാഹചര്യം ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെ ഈ ചോദിച്ച ചോദ്യം അയാളോട് ചോദിക്കേണ്ട ചോദ്യമല്ല, അത് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. അയാൾ തരേണ്ട മറുപടിയാണ്. ഇയാൾ എന്ത് മറുപടി തരാനാണ് ഇതാകുവാൻ? അയാൾ മറുപടി എടുക്കാണ്ട് പോയപ്പോ അയാളെ അനീഷ് എന്താ പഞ്ഞിക്കിട്ടു, അല്ലെങ്കിൽ തകർത്തു വാരി എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ ആക്ച്വലി പറയുന്നത്. ഒന്നും വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ ഇപ്പൊ അനീഷ് പറയാണ് ഒരു 5 കോമണേഴ്സിനെയൊക്കെ എന്താണ് കൊണ്ടുവന്നാൽ നന്നായിരിക്കില്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ന്യായമായ കാര്യം. ഞാനും അതാ പറയണം, ഒരു 5 കോമണേഴ്സ് ഒക്കെ വരട്ടെ, നൈസ് അല്ലേ? അങ്ങനെ വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അനീഷും അത്രേ പറഞ്ഞല്ലോ എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു വിയോജിപ്പ് അനീഷിനോട് തോന്നിയിട്ടുണ്ടാവില്ല. ഞാൻ 100% സപ്പോർട്ട് ചെയ്തേനെ. പക്ഷെ ഇത് 5 പേരെ കൊണ്ടുവന്നൂടെ എന്ന് മാത്രം എന്നുള്ള രീതിയിലല്ല ചോദിച്ചിരിക്കുന്നത്. അയാളെ ഇടയിൽ കൂടെ വേറൊരു എക്സ്ട്രാ ഫിറ്റിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ എന്താണ് അഭിനേതാക്കളെ എന്തിനാണ് കൊണ്ടുവരുന്നത്? അഭിനേതാക്കളെ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് കൂടുതൽ അഭിനയിച്ച് നിൽക്കുകയല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള രീതിയിൽ മൂപ്പര് പറഞ്ഞു. സത്യത്തില് എന്ത് മണ്ടത്തരമാണെന്ന് പറഞ്ഞത്. അന്ധങ്ങളായ ഫാൻസ് ചിലപ്പോൾ അയാളെ താങ്ങുകയായിരിക്കും. ഞാൻ അന്ധമല്ല, വിവരമുണ്ട്. ആ ചിന്തയിലാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? അതൊരു പൊട്ടത്തരല്ലേ? അഭിനേതാക്കൾ അഭിനയിക്കും. എവിടെ? സീരിയലിൽ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് അഭിനയിക്കും. സ്ക്രിപ്റ്റ് ഉണ്ട് അവിടെ, അല്ലേ? സിനിമ സീരിയൽ എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഇവർ അഭിനയിച്ചോളും. അഭിനയിക്കാൻ അറിവ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമുക്ക് എല്ലായ്പ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഷോന്റെ അകത്ത് ഓരോ സ്ക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പല വ്യത്യസ്തമായ ആൾക്കാരായിരിക്കും. അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ പറയുകയും സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താണ് അഭിനയിക്കാനൊന്നും ഈ പറഞ്ഞ അഭിനേതാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല. അത് അത്ര ഫൂളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഈ അഭിനേതാക്കൾ വന്നാൽ മാത്രമേ അഭിനയിച്ച് നിൽക്കാനുള്ള സാധ്യതയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന എന്ത് മണ്ടത്തരമാണ്. അതല്ലാതെ അഭിനേതാക്കൾ അല്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാലും അഭിനയിച്ച് നിൽക്കാനുള്ള സാധ്യത ഇല്ലേ? അല്ലേ? ജീവിതത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരില്ലേ പല സാഹചര്യത്തിലും? അപ്പോ ഇവിടെ അഭിനേതാവണമെന്നൊന്നുമില്ല. ഒരു ഷോന്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്ത് അഭിനയിച്ച് നിൽക്കാൻ ഏതൊരു കണ്ടസ്റ്റന്റ് അതിന്റെ അകത്തേക്ക്, ഏത് സാധാരണക്കാരനോ അല്ലാത്തവനോ ആര് പോയി കഴിഞ്ഞാലും അതിന്റെ അകത്ത് അഭിനയിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അഭിനയിച്ചു പോകും. അതിന് ഈ പറഞ്ഞ അഭിനേതാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ സത്യത്തിൽ പുള്ളി മണ്ടത്തരാണെന്നേ എനിക്ക് പറയാനുള്ളൂ നല്ലത് മണ്ടത്തരമാണ് മൂപ്പരുടെ സൈഡിൽ നിന്നുണ്ടായൊരു സാധനം. ഞാൻ വീണ്ടും പറയണു, 5 കോമണേഴ്സ് വേണം എന്ന് പുള്ളി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നല്ല കാര്യം, അത് അയാളുടെ അഭിപ്രായമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ എക്സ്ട്രാ ഈ ഡയലോഗ് ആഡ് ചെയ്തതാണ് മണ്ടത്തരം എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? അതൊരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലേ? അതൊരുമാതിരി ഈ പറഞ്ഞ അഭിനേതാക്കളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ അവരെ എന്തോ മാറ്റി നിർത്തുന്നതിന് തുല്യമായി പോയി. വിവരം ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞത് മനസ്സിലാവും. അല്ലാത്ത ആൾക്കാർ വെറുതെ അനീഷേ ആ പറഞ്ഞു ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് പോകും. അതൊരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. എന്തിനാണ് മാറ്റി നിർത്തി കാണേണ്ട കാര്യം? അതിന്റെ അകത്ത് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞു പോയാൽ എല്ലാവരും ഒരുപോലെയാണ്. മൂഞ്ചി കഴിഞ്ഞാൽ എല്ലാവരും മൂഞ്ചും, നന്നായ എല്ലാവരും നന്നായി, അത്രേ ഉള്ളൂ. അവനവൻ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള കൂലി അതിന്റെ അകത്ത് കിട്ടും. അല്ലാതെ സെലിബ്രിറ്റി ആയതുകൊണ്ട് കൂടുതൽ ആനുകൂല്യം, കോമണർ ആയതുകൊണ്ട് കൂടുതൽ സഹതാപം, അങ്ങനെയൊന്നുമില്ല. അവനവൻ ചെയ്യുന്ന പരിപാടിക്ക് അതിൻ്റെ അകത്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അനീഷ് ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ അകത്ത് അനീഷ് ഒരു കോമണർ ആയിട്ടാണ് വന്നത് എന്നുള്ളൊരു കാരണം കൊണ്ട് അനീഷിനോട് ആരും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടില്ല എന്ന് 100% എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സീരിയസ്ലി മാൻ, അനീഷിനെയൊക്കെ എല്ലാരും കാണുന്ന പോലെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. ഇവിടെ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷ് കയറി ചെന്നോടനെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അങ്ങേരെ അനുമോള് കയറി വന്ന സമയത്ത് തന്നെ ഇത് ആരായി ചോദിച്ചുകൊണ്ട് ഒരു ചൊറി രീതിയിലാണ് മൂപ്പര് തുടങ്ങിയത്. ആയിക്കോട്ടെ, ഞാൻ തെറ്റായിട്ട് പറയണല്ല കേട്ടോ, അയാളുടെ ഗെയിമിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യണു, നല്ല കാര്യം. പക്ഷെ അങ്ങേര് ഇങ്ങനെ അഭിനേതാക്കൾ അഭിനയിച്ചു നിൽക്കൂല അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം പറഞ്ഞതാണ്. അപ്പൊ ഡിസ്ക്രിമിനേഷന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇത് കൂടി പറയണം. അയാൾ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ചൊറി രീതിയിലായതുകൊണ്ട് തന്നെ, അയാളുടെ ഒരു ഗെയിമിംഗ് പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് അയാളോട് ഒരു എതിർപ്പ് വരിക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് തുടക്കകാലങ്ങളിലൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നത്. അതും ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കോമണർ ആയത് കൊണ്ട് എന്നുള്ള രീതിയിലൊന്നും ആരും അയാളുടെ അടുത്ത് പെരുമാറിയിട്ടൊന്നുമില്ല. അങ്ങേരുടെ ഒരു ആക്ട് ഈ രീതിയിലായതുകൊണ്ട് അത് പലർക്കും ഇറിറ്റേറ്റഡ് ആയി തോന്നിയത് കൊണ്ട് അയാൾക്ക് എഗെയിൻസ്റ്റ് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. അല്ലാതെ എന്താണ് എല്ലാരും കാണുന്ന അനീഷ? അനീഷ് നമ്മളെ പോലെ ഒരു കണ്ടസ്റ്റന്റ്, നമ്മളെ പോലെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാരും കാണുന്നുള്ളൂ. ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അനീഷ് ഇപ്പൊ പറഞ്ഞപ്പോ എന്തായി? സാമൂഹ്യനോട് ഈ ഒരു സാധനം പറഞ്ഞപ്പോ എന്തായി? അനീഷ് അവരെ വേർതിരിച്ച് കണ്ട പോലെയായി. കോമണേഴ്സ് അല്ലെങ്കിൽ അഭിനേതാക്കൾ എന്തിന്? ഒന്നാമത് അത് ബിഗ് ബോസ് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ അവര് തീരുമാനം എടുത്തിട്ട് ആൾക്കാരെ എന്താ ആരെയൊക്കെ വേണമെന്ന് വെച്ചാൽ അവരങ്ങ് സെലക്ട് ചെയ്തോളും. ഞാൻ തുടക്കം പറഞ്ഞില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് പറയുക, ബിസിനസ് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനീഷ് എന്താ കോമണർ എന്നുള്ള ലെവലിൽ തന്നെയല്ലേ വന്നേ? അനീഷ് കോമണർ എന്നുള്ള രീതിയിൽ എന്താ പറയുക, അപേക്ഷിച്ചിട്ട് തന്നെയല്ലേ അനീഷിന് അതിന്റെ അകത്തേക്ക് അവസരം കിട്ടിയത്. അപ്പൊ അതിന്റെ അകത്ത് പറയാം 5 പേരെ കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കാം. പക്ഷെ അപ്പുറത്ത് അഭിനേതാക്കളെ കൊണ്ടുവരുന്നതിന് അവർ വന്നാൽ അഭിനയിച്ച് നിൽക്കില്ല എന്ന് എന്ത് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതിയിലുള്ള റൂട്ട് പോയത് കൊണ്ടാണ് ഇപ്പൊ ഈ ചങ്ങാതിനെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിൽ എതിർത്ത് സംസാരിക്കുന്നത്. പിന്നെ കോമണേഴ്സിനെ ഇതിന്റെ അകത്ത് എടുക്കാതിരുന്നിട്ടൊന്നുമില്ല. ബിഗ് ബോസിന്റെ അകത്ത് കോമണേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ സീസൺ 4 അല്ല സീസൺ 5 ഗോപിക ഉണ്ടായിരുന്നു, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പോട്ടെ. പക്ഷെ സീസൺ 6 അകത്ത് 3 പേരുണ്ടായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന നന്ദന മറ്റേ കോമണർ ആയിരുന്നില്ലേ? നിഷാന എന്ന് പറഞ്ഞ ഒരു കോമണർ ആയിരുന്നു. രസ്മിൻ ബായ് എന്ന് പറയുന്ന ഒരു കോമണർ ലേബലിൽ വന്നതാണ്. എനിക്കറിയില്ല ഈ കോമണർ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത്. സാധാരണക്കാരായ ആൾക്കാർ എന്താ, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ കാണുന്ന ആൾക്കാരല്ല. ഞാൻ എന്നെ തന്നെ ഭയങ്കര റിച്ച് ആൻഡ് അല്ലെങ്കിൽ ഭയങ്കര എല്ലാവരെക്കാട്ടിലും മുകളിലായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. ബിക്കോസ് ഐ റെസ്പെക്ട് മൈ സെൽഫ്. മനസ്സിലായ? അപ്പൊ എനിക്കറിയില്ല ഇതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ള സമയം എനിക്ക് പിടുത്തമില്ല. അപ്പോ അടുത്ത സീസണൊക്കെ വരുന്ന സമയത്ത് 5 കോമണേഴ്സ് വരട്ടെ. അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആക്ച്വലി ഉണ്ട്. അത് അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഈ സിനിമ സീരിയൽ മേഖലയിൽ നിന്ന് വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് പിന്നെയും അറിയത്തുള്ളൂ. ഇപ്പൊ സീരിയലൊന്നും ഞാൻ കാണാത്തതുകൊണ്ട് എനിക്കിപ്പോ ഈ സീസണിൽ കാര്യം പറയുകയാണെങ്കിൽ അപ്പാനി ശരത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. സീരിയലുള്ള ബിന്നിനെ എനിക്ക് അറിയില്ലായിരുന്നു. ഇതിന്റെ അകത്ത് വന്നതിന് ശേഷമാണ് സീരിയലൊക്കെ അഭിനയിക്കുന്ന ആളാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഷാനവാസ് പിന്നെ കുങ്കുമപ്പൂ എന്റെ വീട്ടിൽ പിന്നെ സ്ഥിരം ഇത് കാണുന്ന ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് ഈ ചങ്ങാതിനെ ഞാൻ അതിന്റെ അത് കണ്ടിട്ടുണ്ട്. മറ്റേ മുടി വളർത്തിയിട്ടൊക്കെ ഒരു ചങ്ങാതി, അതുകൊണ്ട് എനിക്ക് ഷാനവാസിനെ അറിയാം. അല്ലാതെ എനിക്ക് ഇവരെ അറിയില്ല. അപ്പൊ വിടൂ, ഇവരെ പിന്നെ അറിയാം. വേറെ പിന്നെ ഒന്നും എനിക്കറിയില്ല. നെവിനെ ഇതിന്റെ അകത്തേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ജിഷിനെ എനിക്ക് വലിയ പിടുത്തൂല. ജിഷിന് ആ ഒരു കോൺട്രവേഴ്സി വന്ന എന്തോ ഒരു സംഭവം, ഒരു ഭാര്യയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളൊക്കെ വന്ന സമയത്താണ് അങ്ങനെ ഒരാളുണ്ട് സീരിയൽ അഭിനേതാവെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. പിന്നെ അതിന്റെ അകത്തുള്ള പല ആൾക്കാരെയും ഇപ്പൊ ആരിനെ എനിക്ക് അറിയില്ലായിരുന്നു. പലരും അതിന്റെ അകത്ത് അവരൊക്കെ പക്ഷെ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് ബിഗ് ബോസ് തേടി കണ്ടുപിടിക്കുന്നതാണ്. ദേ ആർ നോട്ട് പോപ്പുലർ. പല മേഖലയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോ അവർക്ക് അത് ഓരോ കാറ്റഗറൈസ്ഡ് ആയിട്ടല്ലേ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പോ അവരെ ഒന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. അറിയാത്ത ആൾക്കാരെ എടുക്കുന്നുണ്ട്. ഇപ്പൊ സീരിയലിൽ നിന്ന് കൊണ്ടുവരുന്ന ആകെ കൂടിപ്പോയ ഒരു 4 പേരെ 5 പേരെ സീരിയൽ സിനിമ മേഖലയിൽ നിന്ന് ടോട്ടലി കൊണ്ടുവരും. അതല്ലാതെ ഇപ്പൊ പറഞ്ഞ നെവിൻ, ആര്യൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവായി അവർ ഇതിന്റെ അകത്തുള്ള ഫിഗേഴ്സ് ആയിരിക്കും, ഈ പറഞ്ഞ സിനിമ സീരിയൽ മേഖലയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. പക്ഷെ നമുക്ക് വലിയ പോപ്പുലാരിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്, നമുക്കറിയാത്ത ആൾക്കാരാണ്. അപ്പൊ ആ ലെവലിൽ നോക്കുമ്പോൾ അവര് തേടി കണ്ടുപിടിക്കുന്നതാണ്, മേഖലയിൽ നിന്ന് തേടി കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഈസി പ്രോസസ്സാണ് കമ്പാരിറ്റീവ്ലി. ഈ സോക്കോൾ കോമണേഴ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംഭവം, അത് അവർക്ക് തേടി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എളുപ്പമല്ല. പറ്റും, പ്രാക്ടിക്കലി എളുപ്പമല്ല, പക്ഷെ അത് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ്. അതിനാണ് മറ്റേ മൈജിയ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനി അടുത്ത തവണ ഞാൻ കയറി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യൊന്നുമില്ല, അല്ലെങ്കിൽ അവർ കോമണേഴ്സിന് മാറ്റി നിർത്തത്തൊന്നുമില്ല. അവസരങ്ങൾ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ അനീഷിന് കിട്ടി, ഇനിയിപ്പോ അടുത്തത് അനീഷിനെ പോലെ ഒരു 4 പേരും കൂടി വരട്ടെ. അപ്പൊ അടുത്ത ദിവസം കുറച്ചുകൂടി ഡെവലപ്പ് ആവും. എന്താണ്, കോമണേഴ്സിന് കയറാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം കൂടും. അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം കുറച്ചും കൂടി എളുപ്പമാവും. വരട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പോ ഫസ്റ്റ് സീസണിൽ കോമണർ ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് സീസണിൽ കോമണർ ഉണ്ടായിരുന്നില്ല, തേർഡ് സീസണിൽ കോമണർ ഉണ്ടായിരുന്നില്ല, ഫോർത്ത് സീസണിൽ കോമണർ ഉണ്ടായിരുന്നില്ല. അല്ലേ? അല്ല, ഫോർത്തിൽ ഐ ഉണ്ടായിരുന്നു അല്ലേ? ഫോർത്തിൽ ഉണ്ടായിരുന്നു ഒരു കണ്ണാടിട്ട ചങ്ങായി. ഉണ്ട്, മനസ്സിലായി, ഉണ്ട്. അപ്പൊ അത് വരും വരും സീസണുകളിൽ അവര് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോമണേഴ്സിനെ. ദാറ്റ്സ്. അപ്പൊ ഇത് വലിയ വർത്താനാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ അനീഷിന്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് പറയാൻ കാരണം, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളൊരു ലേബൽ വന്നു. അത് ആൾക്കാരങ്ങ് ഏറ്റെടുത്തു. ഭയങ്കര സപ്പോർട്ട്, ഹെവി. ഓൾറെഡി അനീഷിന് നല്ല സപ്പോർട്ട് ഉണ്ട്.
ഓൾറെഡി നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ, നല്ല സപ്പോർട്ട് ഉണ്ട്, ജെനുവിൻ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ യൂട്യൂബിന്റെ അകത്ത് ചില ആൾക്കാർ പോളൊക്കെ ഇടുന്ന സമയത്ത് അനുമോളെക്കാട്ടിലും ഒക്കെ സപ്പോർട്ട് അനീഷിനുള്ള പോലെയൊക്കെ ഗ്രാഫ് കാണാറുണ്ട്. അപ്പോ ആൾക്ക് ജെനുവിൻലി ഒരു ഓർഗാനിക് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്തായി, ഇപ്പൊ ഈ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ച പിന്നെ സാധാരണക്കാർ എന്തും ചെയ്യുമല്ലോ, അങ്ങനെ ഒരു മൂടാണല്ലോ. അപ്പോ അനീഷ് അങ്ങനെയും കൂടി സംസാരിച്ച സമയത്ത് എന്തായി, കൂടുതൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കൂടുതൽ അനീഷിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അങ്ങ് കേറി പെരുകി. നോക്കൂ, അനീഷിനെ ഇതിൽ അഗേൻസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ വീഡിയോന്റെ താഴെ നിങ്ങൾ പോയി നോക്കി നോക്കൂ, എല്ലാരെയും പോയി ചീത്ത വിളിക്കുകയും ചെയ്യുന്നവര്. പിയാറാണോ എന്ന് എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും അയാൾക്ക് ഇപ്പൊ സാധാരണക്കാരൻ എന്നുള്ളൊരു സാധനം വെച്ചുകൊണ്ടൊരു സംസാരിച്ചപ്പോ അത്യാവശ്യം നല്ല ഒരു ഉള്ള സപ്പോർട്ടിനെക്കാട്ടിലും ഭീകരമായ സപ്പോർട്ട് വന്നു. ഇനിയിപ്പോ അയാൾ കപ്പടിച്ചു കഴിഞ്ഞാലും ഇതുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം അയാൾ ഓൾറെഡി എന്താ പറയാ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ഇത്തരത്തിലുള്ള സംഗതികൾ മൂപ്പര് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അയാൾ കോർണറായിട്ട് വന്നിട്ട് അയാൾ നല്ല രീതിയിൽ നിന്നു. ഇപ്പൊ ഒറ്റയ്ക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെയൊക്കെ കളിച്ചവരൊക്കെ മുമ്പോട്ടൊക്കെ പോയ സമയത്ത് അങ്ങനെ അയാൾ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം. പക്ഷെ ഇവിടെ ഈ ഒരു സിനിമാ മേഖലയിൽ നിന്ന് വന്നവര് അല്ലെങ്കിൽ കോർണറിനൊക്കെ ഒരു രീതിയിൽ സംസാരിച്ചൊരു കാർഡ് ഇറക്കി ഉള്ള പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ടായിരുന്നു. ഒരു ഭംഗി കുറവുണ്ടായി. അല്ലെങ്കിൽ അതില്ലാതെ മൂപ്പര് കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായേനെ എന്ന് എനിക്ക് തോന്നി. That's it.